പ്രേംലാൽ, ഈ ഇറാനിലെ പരമോന്നത നേതാവ് അലി ഖൊമേനി, ഇദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞിട്ട്, അദ്ദേഹത്തിനെ കൊല്ലുകയാണ് ചെയ്തത്. 100 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഈ 100 ദിവസം പിന്നിട്ടിട്ടും മൃതദേഹത്തിൻ്റെ സംസ്കാരം അവർ നടത്തിയിട്ടില്ല. അത് സംസ്കാരം നടത്താതെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഫെബ്രുവരി 28-നാണ് ഈ പറയുന്ന രീതിയിൽ യുദ്ധത്തിൻ്റെ ആരംഭം. അപ്പോൾ ഈ ഖൊമേനിയുടെ ശരീരം എന്തുകൊണ്ട് ഇവർ സംസ്കരിക്കാനായി കാത്തു നിൽക്കുന്നു? അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ആദ്യം തന്നെ ഈ ഖൊമേനി അല്ല, അത് ഏതോ ഒരു മലയാള മാധ്യമം അവരുടെ സൗകര്യത്തിൽ ഖൊമേനി നടിച്ചു. അലി ഖമേനി, ഖമേനി എന്നാണ്, ഖാംനെയി എന്നുള്ളതാണ് യഥാർത്ഥ ഇതായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ചിലർ ഖമനേയി എന്നുള്ളത് പറയും. എന്തോ ആയിക്കോട്ടെ, എനിക്ക് ഇപ്പൊ സൗകര്യം ഖമനേയി എന്ന് പറയാം. ഞാൻ അതിൽ അപ്പോൾ ഈ അയത്തുള്ള അലി ഖമനേയി എന്നുള്ളത് നമുക്കറിയാമല്ലോ, ഇറാന്റെ പരമോന്നത നേതാവാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് രാവിലെ പ്രാദേശിക സമയം 9:28-ന് അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ കൊട്ടാരം തകർത്ത് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങളെയും ഉന്നതരായ 2-3 ഉദ്യോഗസ്ഥരെ അടക്കമാണ് വധിച്ചത്. അന്നാണ് യുദ്ധം തുടങ്ങിയത്. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രത്തലവനെ വധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധത്തിന്റെ ഏറ്റവും അവസാന ക്ലൈമാക്സിൽ വരേണ്ടതാണ്. ക്ലൈമാക്സ് ആദ്യം തന്നെ തുടങ്ങി. അതോടുകൂടി യുദ്ധത്തിലുള്ള നമ്മുടെ ഒരു സസ്പെൻസ് ഒക്കെ അങ്ങ് പോയി. കാരണം ഈ യുദ്ധം തുടങ്ങുന്നതിന് കൃത്യം കുറച്ച് നാൾ മുമ്പ് ഇസ്രയേലായിട്ട് തുടങ്ങിയ ഒരു 12 ദിന യുദ്ധം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഖമനേയി വധിക്കപ്പെട്ടു, ഖമനേയിയെ ജീവനോടെ പിടിച്ചു, ഇത്തരം വാർത്തകളൊക്കെ വന്നിരുന്നു. അന്ന് ഇസ്രയേലിന് ഇദ്ദേഹത്തെ വധിക്കാനായിട്ടുള്ള എല്ലാ അണിയറ ഒരുക്കങ്ങളും ഇസ്രയേൽ നടത്തിയിരുന്നു. കാരണം ആ സമയത്ത് ഈ കർട്ടൻ റൈസർ യുദ്ധം നടന്ന സമയത്ത് ഉന്നതരായ ഏതാണ്ട് 10-ലധികം സൈനിക ഉദ്യോഗസ്ഥരെ പിന്നെ മന്ത്രിസഭയിലുള്ള പ്രമുഖരെ അടക്കം വധിച്ചിരുന്നു. അത് ഇറാൻ മന്ത്രിസഭയിലെ വധിച്ചിരുന്നു. അത് ഇസ്രയേലിന്റെ രഹസ്യ ഏജൻസിയായ മൊസാദ് അവിടെ ഇറാനിൽ പോയി അവരുടെ കൂട്ടത്തിൽ നിന്ന് നടത്തിയ ഓപ്പറേഷനാണ്. അല്ലാണ്ട് ഈ വ്യോമാക്രമണം അങ്ങനെയുള്ള പരിപാടികളൊന്നും ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ വധിച്ച ഇസ്രയേലിന് അന്നേ ഖമനേയിയെ വധിക്കാമായിരുന്നു. പക്ഷെ അന്ന് ട്രംപ് ഇടപെട്ടിട്ടാണ് അത് വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ അത് ട്രംപ് തന്നെ അവകാശപ്പെടുന്നുണ്ട്, അങ്ങനെ ഇസ്രയേലും അത് നിഷേധിക്കുന്നില്ല. അപ്പൊ അന്ന് കേട്ട ഒരു സംഗതി, ഈ ഖമനേയി എന്ന് പറയുന്നയാള് സുരക്ഷിതമായി ഏതോ ബങ്കറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്നേ ഇസ്രയേലും അമേരിക്കയും മനസ്സിലാക്കി, കാര്യം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കിട്ടില്ല, ഇയാളെ സുരക്ഷിതമായിട്ട്, കാര്യം ഇയാളെ ജീവനോടെ ഇരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അവർ എന്ത് വില കൊടുത്ത് ഇദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കും. അപ്പോൾ യുദ്ധം തുടങ്ങിയ ശേഷം ഖമനേയിയെ മഷീട്ട് നോക്കിയാൽ കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ആദ്യം തന്നെ അങ്ങ് തീർത്തത്, തുടക്കത്തിലെ തന്നെ അങ്ങ് തീർത്തത്. അപ്പൊ ഇപ്പോ ഈ 100 ദിവസങ്ങൾക്ക് ഇപ്പുറവും അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കാതെ അവർ സൂക്ഷിച്ചിരുന്നു. ഇപ്പോ ഈ വരുന്ന 26-ാം തീയതി മുതൽ ഏതാണ്ട് 10 ദിവസത്തിനുള്ളിൽ, ജൂലൈ 5-നകം നടത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ ഓർമ്മകൾ കുറച്ച് പിന്നോട്ട് കൊണ്ടുപോകണം. ഈ ആദ്യം നടന്ന ഒരു 12 ദിന യുദ്ധം ഉണ്ടല്ലോ, ആ യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഈ ദേശീയ ഹീറോകൾ എന്ന പരിവേഷം കൊടുത്ത് അന്ന് കൊല്ലപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥരെയും സൈനിക പ്രതിനിധികളെ അടക്കം ഇറാൻ ഭരണകൂടം അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നത്. ഏത് അന്നത്തെ യുദ്ധം തീർന്നതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ 100 ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ മൃതദേഹം 26-ാം തീയതി സംസ്കരിക്കും, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ സംസ്കരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഇങ്ങനെയും വായിച്ചെടുക്കണം. അതിനുശേഷം യുദ്ധം ഉണ്ടാവില്ല. കാരണം ഈ പറയുന്നത് പോലെ അവർ തന്നെ കണക്കാക്കുന്നത് ഏറ്റവും വലിയ ജനകീയ പങ്കാളിത്തമുള്ള ഏറ്റവും വലിയൊരു സമ്മേളനം പോലെ ഒരുപാട് ആളെ കൂട്ടി ചെയ്യണം, അവരുടെ ഒരു ശക്തി പ്രകടനമായിരിക്കും. കാര്യം ഇത്രയും വലിയൊരു വെല്ലുവിളി നേരിട്ടിട്ടും ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലടാ ട്രംപേ എന്ന് വിളിച്ചു പറയാൻ കിട്ടുന്ന ഒരു അവസരമാക്കി അതിനവർ മാറ്റുന്നെങ്കിൽ യുദ്ധം നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനൊരിക്കലും പറ്റില്ല. കാര്യം ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു ആക്രമണം ഉണ്ടായാൽ നൂറുകണക്കിന് ആളുകൾ മരിക്കും, അതിനുള്ള സാധ്യതയുണ്ട്. അതെന്തായാലും ഇറാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെയും വ്യാഖ്യാനിക്കാം, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അതിന്റെ പര്യവസാനത്തിൽ ജൂൺ എത്തുന്നു. അതെ, ഈ ഒരു ഘട്ടത്തിൽ വരെ പോകാൻ തന്നെ ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ആ യുദ്ധം ഇനി ഉണ്ടാകില്ല, അല്ലെങ്കിൽ അതോടുകൂടി ഒരു താൽക്കാലിക വിരാമമെങ്കിലും പ്രതീക്ഷിക്കണം. പക്ഷേ നമ്മളിപ്പോൾ പറയുമ്പോൾ ഈ യുദ്ധം ഇത്രയും നീണ്ടുപോയതിന്റെ കാരണം അവരുടെ ഈ പരമോന്നത നേതാവിനെ കൊന്നതിലുള്ള അവരുടെ ഈർഷ്യത തന്നെയാണ്, അവരുടെ ദേഷ്യം. അതുകൊണ്ടല്ല, അത് മാത്രമല്ല. കാരണം ഇറാനെ സംബന്ധിച്ച് ആ ഒരു വൈരാഗ്യം എന്നതിനപ്പുറം അവർക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം അവർക്ക് സംഭവിക്കാവുന്ന പരമാവധി നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു.
ഇനി അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇനി ഖമനേയിയാണ് അവരെ എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഭരണമായാലും ശരി, ആധ്യാത്മികമായാലും ശരി, സൈനികമായാലും ശരി, എല്ലാം ഒറ്റ ഉത്തരവേ ഉള്ളായിരുന്നു ഖമനേയി. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടതോടുകൂടി IRGC എന്ന് പറയുന്ന, അതായത് IRGC എന്ന് പറയുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്നാണ്. നമുക്കറിയാമല്ലോ, ഇറാൻ എന്ന് പറയുന്നത് ഒരു രാജഭരണം നിലനിന്നിരുന്ന സ്ഥലമാണ്. അവിടെ ഈ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന ടീമാണ് ഈ ഖമനേയും അദ്ദേഹത്തിന് മുമ്പുള്ളൊരു ഖമനേയി. ഖമനേയി എന്ന് പറയുന്ന സ്ഥാനപ്പേരാണ്, പേരല്ല. അപ്പൊ ഈ ഖമനേയി, അയത്തുള്ള അലി ഖമനേയിക്ക് മുമ്പുള്ള ആൾ അവിടെ അധികാരത്തിലെത്തിയത് അങ്ങനെയാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഇസ്ലാമിക വിപ്ലവത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ആളാണ് ഈ IRGC. മനസ്സിലായി. ഇതല്ലാണ്ട് ഇറാൻ സർക്കാരിന്റെ ഔദ്യോഗിക സേന വേറെയുണ്ട്. അപ്പൊ മത നേതൃത്വത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ IRGCയുടെ ചുമതല. അപ്പൊ ഈ IRGCയുടെ തലവനായിരുന്നു ഈ അയത്തുള്ള അലി ഖമനേയി. അപ്പൊ അദ്ദേഹം കൊല്ലപ്പെട്ടതോടുകൂടി IRGC എന്ന് പറയുന്ന ഒരു നാഥനില്ലാത്ത കളരി, ആർക്കും എന്തും ചെയ്യാം. പല IRGCയുടെ കമാൻഡർമാർ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാനും നടപടിയെടുക്കാനും അങ്ങനെയാണ് യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാന്റെ സൗഹൃദ രാഷ്ട്രങ്ങൾക്കെതിരെ പോലും ആക്രമണം നടന്നു. ഒമാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് നേരെ. ഇറാന്റെ സൗഹൃദ രാഷ്ട്രമാണ്, അതിൽ അമേരിക്കയുമായിട്ട് അവർക്ക് സൗഹൃദമുണ്ട് എന്നതിന്റെ പേരിൽ അത്തരം രാജ്യങ്ങൾക്കെതിരെ പോലും ആക്രമണം ഉണ്ടായി എന്നുള്ളത് ഈ ഒരു കാരണത്താലാണ്. ഏതായാലും അയത്തുള്ള അലി ഖമനേയിക്ക് ശേഷം അമേരിക്ക വിചാരിച്ചത് ആ രാഷ്ട്രം പിടിച്ചടക്കാം. അദ്ദേഹത്തിന്റെ മകൻ അവിടെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അമേരിക്ക ഈ യുദ്ധം തുടങ്ങിയത് തന്നെ ഇറാനിൽ ഒരു ഭരണ അട്ടിമറി, വേറൊരു ഭരണകൂടത്തെ അവിടെ അധികാരത്തിൽ എത്തിക്കാമെന്നുള്ളതാണ്. പക്ഷെ സംഭവിച്ചത് എന്താ, ഒരു ഖമനേയി മാറിയപ്പോൾ മറ്റൊരു ഖമനേയി വന്നത് മൊജിത്തപ്പ ഖമനേയി. അതായത് ഈ, പക്ഷെ അദ്ദേഹം എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. അദ്ദേഹം ചികിത്സയിലാണ്, അദ്ദേഹം റഷ്യയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെ, അതായത് ഈ ആദ്യമുണ്ടായ ആക്രമണം ഉണ്ടല്ലോ, അയത്തുള്ള അലി ഖമനേയിക്ക് ഉണ്ടായ ആക്രമണത്തിൽ ഇദ്ദേഹത്തിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു എന്നാണ് വിവരം. അറിയില്ല എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇയാൾ അദ്ദേഹത്തെ തന്നെ അവിടെ ഇറാനിൽ നിന്ന് റഷ്യൻ പുടിൻ പ്രത്യേക സൈനിക വിമാനം അയച്ച് ഇദ്ദേഹത്തെ സുരക്ഷിതമായി റഷ്യയിൽ കൊണ്ടുപോയി അദ്ദേഹം അവിടെ ചികിത്സയിലാണ് എന്ന് പറയപ്പെടുന്നു. അറിയില്ല ഇനി അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടോ എന്നും അറിയില്ല. അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഏതായാലും ഈ അയത്തുള്ള അലി ഖമനേയിയുടെ ആ ഒരു ശവസംസ്കാരം അവർ തീരുമാനിക്കുന്നതിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ യുദ്ധം ഈ 26-ാം തീയതിക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ രണ്ടു കൂട്ടരും ധാരണയിലും കരാറിലും, ഈ പറയുന്ന 26-നും ജൂലൈ 5-നും ഇടയ്ക്കായിരിക്കും ഈ ശവസംസ്കാര ചടങ്ങ് നടക്കുക. ലക്ഷക്കണക്കിന് ആൾക്കാരെ അതിൽ പങ്കെടുപ്പിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ അല്ല, ഇത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ആദ്യ യുദ്ധം നടന്നതിന് ശേഷം അവരുടെ ദേശീയ ഹീറോകൾ എന്ന പരിവേഷത്തോടെ ആളുകളെ വർഷം അതെ ഇദ്ദേഹത്തിന്റെ ഭരണം സംസ്കാരം നടത്തിയതുപോലെ ഇത് ഖമനേയിയെ മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് അതേ പദവിയിൽ ഇരിക്കെ കൊല്ലപ്പെട്ട മറ്റു പലരുടെയും കൂടി സംസ്കാരം ഈ കൂട്ടത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. കാര്യം ഇദ്ദേഹം ഈ ആദ്യം ഖമനേയിനെ വധിക്കാനായിട്ട് ഇസ്രയേൽ പദ്ധതിയിട്ടപ്പോൾ ട്രംപ് ഇടപെട്ടത് തടഞ്ഞിരുന്നു. അതിന്റെ കാര്യം ഇറാൻ എന്ന് പറയുന്നത് പല രാജ്യങ്ങൾക്ക് ഒരു തലവേദന കേസാണ്. പക്ഷേ അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തലവൻ എന്നതിലുമുപരി ഒരു മത നേതാവ് കൂടിയാണ്. അപ്പോൾ ഒരു മത നേതാവ് കൊല്ലപ്പെടുകയാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം അതിന്റെ പേരിൽ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞ അദ്ദേഹത്തെ ഇപ്പോൾ വധിക്കേണ്ടതില്ല. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പോ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇപ്പൊ അമേരിക്കയുടെ അടക്കം സൗഹൃദ പട്ടികയിൽ അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള രാജ്യങ്ങൾ പോലും ഇപ്പോൾ ട്രംപിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവിച്ചിരുന്ന ഖമനേയിയേക്കാള് മരണപ്പെട്ട രക്തസാക്ഷി പരിവേഷമാണ് കിട്ടിയത്. അയാൾ അത്ര വലിയ വിശുദ്ധനൊന്നും അല്ല. അവിടെ എന്താ പറയാ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, അതെ അതിന്റെ പേരിലൊക്കെ വധശിക്ഷ, അതായത് കടുത്ത ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചിരുന്ന അത് തെറ്റിക്കുന്നവർക്ക് വധശിക്ഷ കൊടുത്തിട്ടുണ്ട്. അത്തരം അതിനെതിരെ വലിയ വിപ്ലവങ്ങൾ അവിടെ വലിയ വിപ്ലവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്. അതോടുകൂടി എന്ത് സംഭവിച്ചു? ആ നാട്ടിലിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ടിരുന്നവരെല്ലാം തന്നെ നിശബ്ദമായി. അതിയായ ദേശീയ വികാരം അങ്ങ് പൊട്ടി ഒഴുകാൻ തുടങ്ങി. കാര്യം രാഷ്ട്രത്തലവൻ കൊല്ലപ്പെട്ടു. അപ്പോൾ അതുവരെ പ്രതിഷേധങ്ങളെല്ലാം തീർന്നു. അപ്പോൾ അയാളെ വധിച്ചതിലൂടെ വൻ മണ്ടത്തരമാണ് അമേരിക്ക വാസ്തവത്തിൽ ചെയ്തത്. ഈ ജീവിച്ചിരുന്ന ഖമനേയിയേക്കാൾ വലിയതായി രക്തസാക്ഷിയായ ഖമനേയി. കൂടാതെ ഇറാൻ മറ്റൊരു മൈൻഡ് സെറ്റിലേക്ക് വന്നു. ഞങ്ങൾക്ക് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല, കൈ കിട്ടുന്നതൊക്കെ വെച്ച് അടിയും തുടങ്ങി. അപ്പോൾ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ ഉണ്ടാകേണ്ട സാധനം ആദ്യം ചെയ്തതാണ് ഏറ്റവും വലിയ പാളിച്ച. ഏതായാലും
നമുക്ക് ഈ പറയുന്ന പോലെ പ്രേം പറഞ്ഞ പോലെ തന്നെ ജൂൺ 26-നും ജൂലൈ 5-നും ഇടയ്ക്ക് ഈ ചടങ്ങ് നടക്കുമ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് ജനം പങ്കെടുക്കുന്ന അവർ ഉദ്ദേശിക്കുമ്പോൾ യുദ്ധം അവസാനിക്കാറായി എന്ന് തന്നെ നമുക്ക് ഇതിൽ വായിച്ചെടുക്കാം അല്ലേ?